ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 10ാമത്തെ പാർട്ടാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അതിൽ നമ്മൾ 3 കാര്യങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു: കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്. ഈ 3നെ പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുമെന്ന് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത്രയും ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺസെൻട്രേഷൻ എങ്ങനെ റേറ്റിനെ അഫക്റ്റ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണെങ്കിൽ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷനെ എങ്ങനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി കാറ്റലിസ്റ്റും കൂടെ ഉണ്ട്. അത് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് തീരും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരു റിയാക്ഷന്റെ റേറ്റിനെ എങ്ങനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യമാണ്. ഓക്കെ, ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സിലറേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് പ്രോഡക്ട്സ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, it has been found that for a chemical reaction with a rise in temperature by 10 degrees Celsius, the rate constant is nearly doubled. അത് ഈ കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തിട്ട് ആ കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചറിനെ നമ്മൾ 10 ഡിഗ്രിയോളം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ അതിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഇനിഷ്യൽ വാല്യൂയിൽ നിന്നും ഡബിൾ ആയിട്ട് മാറും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടെമ്പറേച്ചർ 10 ഡിഗ്രിയോളം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേറ്റ് ഓരോ 10 ഡിഗ്രി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഏകദേശം ഡബിൾ ആയിക്കൊണ്ടിരിക്കും, ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചറും റേറ്റ് ഓഫ് എ റിയാക്ഷനും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത് ആരായിരുന്നു? അറീനിയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ആ ഇക്വേഷന്റെ പേരെന്താണ്? അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറീനിയസ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് അറീനിയസ് ഇക്വേഷൻ പറയുന്നത്? കെ റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എ എന്ന് പറയുന്നത് എന്താണ്? അറീനിയസ് പാരാമീറ്റർ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ഡിവൈഡ് ബൈ ആർ ടി എന്നതാണ് അറീനിയസ് ഇക്വേഷൻ. അതില് ഇ എ എന്ന് പറയുന്നത് നമ്മൾ ഇനി പഠിക്കും ആക്ടിവേഷൻ എനർജിയാണ്. ഇ എ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണെന്ത്? ആർ എന്ന് പറയുന്നത്. അതുപോലെ ടി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായില്ലേ, ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റും തമ്മിൽ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പറയുന്ന ഒരു ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പുതിയൊരു ടേമിനെ കണ്ടു. ഇതിന് എന്താണ് പറഞ്ഞത്? ആക്ടിവേഷൻ എനർജി എന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് എന്താണ് ആക്ടിവേഷൻ എനർജി എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആക്ടിവേഷൻ എനർജി പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ഗ്രാഫ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. അതിന്റെ വൈ ആക്സിസ് എനർജിയും എക്സ് ആക്സിസ് റിയാക്ഷൻ കോർഡിനേറ്റുമായിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുന്നു, ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആണ് ഈ ഗ്രാഫിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മനസ്സിലാക്കി നമ്മൾ ആദ്യം എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയി മാറുന്നു എന്നതാണ് നമ്മുടെ മനസ്സിലാക്കുള്ളത്. എന്നാൽ ആക്ച്വലി അങ്ങനെയല്ല. റിയാക്ടന്റ് ആദ്യം റിയാക്ട് ചെയ്ത് അതൊരു ഹയർ എനർജി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറിയതിന് ശേഷമേ എന്തായിട്ട് മാറൂ? പ്രോഡക്റ്റ് ആയിട്ട് മാറും. അല്ലാതെ റിയാക്ടന്റ് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറത്തില്ല. ഓക്കെ, അതാണ് നമ്മൾ ഈ കോൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി റിയാക്ടന്റ് നിന്നപ്പോൾ റിയാക്ടന്റിന്റെ എനർജി ലെവൽ ഇത്രയായിരുന്നു. ഇവിടെയല്ലേ റിയാക്ടന്റ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് എനർജി. അപ്പൊ ഇവിടെ നമ്മളൊരു വര വരച്ചാൽ എന്താണ്? ഇതാണ് എന്ത്? റിയാക്ടന്റിന്റെ എനർജി ലെവൽ. റിയാക്ടന്റിന്റെ എനർജി ലെവലിനെ സൂചിപ്പിക്കാൻ ഞാൻ ഇ ആർ എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നപ്പോൾ റിയാക്ടന്റിന്റെ എനർജി. അപ്പൊ ഫൈനലി പ്രോഡക്റ്റിന്റെ എനർജി എന്തായി? ഇതുവരെയാണ് പ്രോഡക്റ്റിന്റെ എനർജി നിൽക്കുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ആയി മാറിയപ്പോൾ അപ്പോൾ പ്രോഡക്റ്റിനുള്ള എനർജി എന്ന് പറയുന്നത് ഇ പി ആണ്. ഇ പി എന്ന് പറയുന്നതാണ് എനർജി ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ എനർജി ഓഫ് റിയാക്ടന്റ് കണ്ടു. ഇവിടെയാണ് ആദ്യം റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് റിയാക്ടന്റിന്റെ എനർജി ഈ പോയിന്റിലാണ്.
റിയാക്ഷൻ കഴിഞ്ഞു, പ്രോഡക്റ്റായി മാറി. അപ്പോൾ പ്രോഡക്റ്റിന്റെ എനർജി ഈ പിയിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഈ റിയാക്റ്റന്റ് ആദ്യം റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. എന്നിട്ട് മാത്രമേ പ്രോഡക്റ്റിലേക്ക് എത്തുകയുള്ളൂ. ആദ്യം ഇതൊരു വലിയൊരു എനർജി കൊടുത്ത് ഈ റിയാക്റ്റന്റ് വലിയ എനർജി സ്വീകരിച്ചുകൊണ്ട് എന്തായിട്ട് മാറുകയാണ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ റിയാക്റ്റന്റിന് നമ്മൾ എത്ര എനർജി കൊടുത്താലാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് എത്തുന്നത്? അപ്പോൾ റിയാക്റ്റന്റ് ഇതാണ്, റിയാക്റ്റന്റിന്റെ എനർജി ലെവൽ ഇതാണ്. ഇതിൽ നിന്നും നമുക്ക് എക്സ്ട്രാ എത്ര എനർജി കൊടുക്കണം? ആ എക്സ്ട്രാ കൊടുത്ത നമ്മളെ എനർജി അതിനെ പറയുന്ന പേരാണ് EA. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണത്? ആക്ടിവേഷൻ എനർജി. ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് റിയാക്റ്റന്റിന് നമുക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് മാറ്റാൻ വേണ്ട എനർജി, അതിനെ പറയുന്ന നമ്മളെ കൊടുത്ത എക്സ്ട്രാ എനർജിയെ പറയുന്ന പേരാണ് ഇത്രയും ഉണ്ടായ ഇവിടെയുള്ള എനർജി ചേഞ്ച്, അതാണ് EA അഥവാ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയാൽ ഇത് തൊട്ട് ഇതുവരെയാണ് റിയാക്റ്റന്റിന്റെ എനർജി, ഇത് തൊട്ട് ഇതുവരെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ് ആക്ടിവേഷൻ എനർജി എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ റിയാക്റ്റന്റിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് മാറ്റാൻ എത്രത്തോളം എനർജി കൊടുക്കണമോ ആ എനർജിയെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ടിവേഷൻ എനർജി ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പം മനസ്സിലാവും, ഇവിടം മുതൽ ഇതുവരെ അതാണ് എനർജി ഓഫ് റിയാക്റ്റന്റ്. ഇവിടം മുതൽ ഇതുവരെ, അതായത് ഈ പോയിന്റ് വരെ, അതാണെന്ത്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇവിടം മുതൽ ഇതുവരെ റിയാക്റ്റന്റിന്റെ എനർജി, ഇവിടം മുതൽ ഇതുവരെ എന്താണ്? ആക്ടിവേഷൻ എനർജി. ഇത് തൊട്ട് ഇതുവരെ ഫുള്ളായിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണെന്ത്? ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മായിരിക്കും? ത്രഷോൾഡ് എനർജി ET എന്ന് പറയുന്നതാണ് ത്രഷോൾഡ് എനർജി. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ER എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റന്റിന്റെ എനർജി പ്ലസ് EA, അതായത് ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജിയും ഇത് തൊട്ട് ഇതുവരെയുള്ള റിയാക്റ്റന്റിന്റെ എനർജിയും തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ത്രഷോൾഡ് എനർജി ET കിട്ടുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മനസ്സിലാവൂല്ലേ, ഇത് തൊട്ട് ഇതുവരെയാണ് റിയാക്റ്റന്റിന്റെ എനർജി, അതിന്റെ കൂടെ ഈ EAയും കൂടെ കൂട്ടുമ്പോൾ ഇതുവരെയാവും. അതാണെന്ത്? ET അഥവാ ത്രഷോൾഡ് എനർജി എന്ന്. അപ്പോൾ ത്രഷോൾഡ് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ET ത്രഷോൾഡ് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ത്രഷോൾഡ് എനർജി കണ്ടുപിടിക്കാൻ റിയാക്റ്റന്റിന്റെ എനർജി പ്ലസ് ആക്ടിവേഷൻ എനർജി EA രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ത്രഷോൾഡ് എനർജി. വേണമെങ്കിൽ ഈ ഇക്വേഷൻ നിന്ന് EAയുടെ അഥവാ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് മാറ്റി എങ്ങനെ വരും? EA ആക്ടിവേഷൻ എനർജി ET മൈനസ് ഈ പ്ലസ് ER അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ER ആവും. അപ്പൊ ET മൈനസ് ER എന്ന് വന്നു. ഇത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആക്ടിവേഷൻ എനർജി നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കണം. ത്രഷോൾഡ് എനർജി തന്നിട്ടുണ്ട്, അതുപോലെ റിയാക്റ്റന്റിന്റെ എനർജി ഓഫ് റിയാക്റ്റന്റും തന്നിട്ടുണ്ട്, ഒരു റിയാക്റ്റന്റിന്റെ എനർജിയും തന്നിട്ടുണ്ട്, അതുപോലെ ത്രഷോൾഡ് എനർജിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ത്രഷോൾഡ് എനർജി മൈനസ് റിയാക്റ്റന്റിന്റെ എനർജി. ഇനി റിയാക്റ്റന്റിന്റെ എനർജിയും ആക്ടിവേഷൻ എനർജിയും തന്നിട്ടുണ്ട്. ഇതാണ് റിയാക്റ്റന്റിന്റെ എനർജി, ഇതാണ് ആക്ടിവേഷൻ എനർജി. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ത്രഷോൾഡ് എനർജി കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ ആക്ടിവേഷൻ എനർജിയെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മെത്തേഡിലൂടെ നമുക്ക് ആക്ടിവേഷൻ എനർജിയെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ, ഒരു റിയാക്ഷൻ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. A2 + B2 gives 2AB എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, ഒരു ഗ്യാഷ്യസ് റിയാക്ഷൻ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷനെ ഞാൻ എന്താ ഇങ്ങനെ എഴുതാതെ ഒന്ന് നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് ബോണ്ടൊക്കെ വെച്ച് ഞാൻ എഴുതി കാണിച്ചു തരാം. A2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2A, അതൊരു ബോണ്ട് വെച്ച് എന്താണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് A2 എന്ന് പറയുന്ന ഈ സംഭവം. A2നെ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. A2 എന്താണ്? 2A, അതിന് എന്ത് ചെയ്തു? ഒരു ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. A2 അത് ഇത്രയാണ്. പ്ലസ് അതുപോലെ എഴുതി B2നെ നമ്മൾ എന്ത് ചെയ്യുക? 2Bയെ ഒരു ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് വെച്ചു. അതാണ് B2 എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ ഈ റിയാക്ഷൻ നമ്മൾ ഈ റിയാക്ഷൻ ആയിരിക്കും കൂടുതലും കണ്ടിട്ടുള്ളത്. കെമിക്കൽ റിയാക്ഷന്റെ ഈ റിയാക്ഷൻസ് രൂപത്തിലായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും റിയാക്ടന്റ് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിവിടെ പഠിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, റിയാക്ടന്റ് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറത്തില്ല. പകരം അത് ആദ്യം ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. റിയാക്ടന്റിനേക്കാളും
ഹയർ എനർജി റിയാക്ടന്റ് എനർജി ഇതുവരെയാണെങ്കിൽ ഹയർ എനർജി ആയിട്ടുള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറിയതിനു ശേഷമേ എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഇതിൽ നിന്നും ഇത് തമ്മിൽ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. ഇത് റിയാക്ടന്റ് ആണ്. ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതായിരുന്നു എന്ത് ഇനിഷ്യൽ ആയിട്ട് നിന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ തമ്മിൽ ഈ രണ്ട് എയും ബിയും തമ്മിലൊരു ബോണ്ട് പുതുതായിട്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ആയി നിൽക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾ അല്ലെങ്കിൽ ഈ രീതിയിൽ നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള ഈ ബോണ്ട്, അതുപോലെ ഇവിടെ എക്കും ബിക്കും ഇടയിലുള്ള ഈ ബോണ്ടുകൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അതേസമയം എയും തമ്മിലുള്ള ആദ്യം ഉണ്ടായിരുന്ന ഈ ബോണ്ടുകൾ എന്ത് ചെയ്യും? പതുക്കെ എന്താണ്? അതിന്റെ എനർജി കുറഞ്ഞു വരും. അതാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സിലെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് മോളിക്യൂൾസ് A2 B2 എന്ന് പറയുന്ന ഈ രണ്ട് മോളിക്യൂൾസിനെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ പുതുതായിട്ട് ഇത് തമ്മിൽ ഇവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. എയും ബിയും തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇതിൽ നിന്നും മാത്രം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്തായിട്ട് മാറൂ? പ്രോഡക്റ്റ് ഉണ്ടാവൂ. പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എയും തമ്മിലുള്ള ഈ ബോണ്ടും ബിയും തമ്മിലുള്ള ഈ ബോണ്ടും എന്ത് ചെയ്തു പോകും? അതങ്ങ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും, അതങ്ങ് പോകും. പിന്നെ ആര് മാത്രമേ കാണുള്ളൂ? എയും ബിയും കണക്ട് ചെയ്തിട്ടുള്ള ഈ ബോണ്ട് മാത്രമേ പിന്നെ അവശേഷിക്കുകയുള്ളൂ. കാരണം എയും തമ്മിലുള്ള ബോണ്ടും അതുപോലെ ബിയും തമ്മിലുള്ള ഈ രണ്ട് ബോണ്ടുകൾ ഞാൻ പറഞ്ഞു എന്താണ്, അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വന്ന് നിൽക്കുന്നതാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അത് പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഈ രണ്ട് ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? എയും ബിയെയും കണക്ട് ചെയ്തിട്ടുള്ള ഈ ബോണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഈ ബോണ്ട് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരു AB അടുത്ത മറ്റൊരു AB, ഇത് രണ്ടും എത്രയാണ്? 2 ABകളാണ്. 2 ABകളാണ് നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. അതാണ് ഇവിടെ 2AB എന്ന് പറഞ്ഞ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. റിയാക്ടന്റ് ഡയറക്റ്റ് ആയിട്ടല്ല പ്രോഡക്റ്റിലേക്ക് മാറുന്നത്. അതൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയതിനു ശേഷമേ പ്രോഡക്റ്റിലേക്ക് കടക്കത്തുള്ളൂ, പ്രോഡക്റ്റ് ആവത്തുള്ളൂ എന്നൊരു കാര്യമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിവിടെ ആക്ടിവേഷൻ എനർജി എന്താണെന്നൊക്കെ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. റിയാക്ടന്റിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര എനർജി കൊടുക്കുന്നു, അതാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കിനി ആക്ടിവേഷൻ എനർജിയെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഈ പരീക്ഷയ്ക്കൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ അറീനിയസ് ഇക്വേഷനിൽ ആക്ടിവേഷൻ എനർജി ഉള്ള ടേം ഉണ്ട്. എന്നാൽ അറീനിയസ് ഇക്വേഷനിൽ പവർ ആയിട്ടാണ് എന്ത് ആക്ടിവേഷൻ എനർജി ഉള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ വഴി നമുക്ക് എന്താണ് ആക്ടിവേഷൻ എനർജിയെ കണ്ടുപിടിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് എഴുതത്തക്ക വിധത്തിലുള്ള ഇക്വേഷനിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇക്വേഷന്റെ LHSലും RHSലും എന്താണ് ലോഗ് എടുക്കുക. അതിന്റെ ലോഗരിതംസ് എടുക്കുക. ഓക്കെ, ഇപ്പൊ നാച്ചുറൽ ലോഗരിതം ln k log k is equal to log a minus log e raised to minus EA by RT. log E ആണ്. E എന്ന് പറയുന്നത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഈ ഇയുടെ പവർ ആയിട്ടുള്ള തന്നെ അങ്ങ് എടുത്ത് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇയുടെ പവർ മൈനസ് EA ഡിവൈഡ് ബൈ RT ആണ്. അപ്പോ log e raised to minus EA by RT. ഇതിന്റെ ലോഗ് എടുക്കുമ്പോൾ log e raised to minus EA divided by RT. അപ്പോൾ അതിന്റെ പവർ ആണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും മൈനസ് EA divided by RT. ബാക്കി എല്ലാത്തിന്റെ കൂടെ ലോഗ് വെച്ച് എഴുതി. ഇവിടെ ലോഗ് വെച്ച് എഴുതിയപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്. log e raised to minus EA by RT എന്ന് പറയുമ്പോൾ ഈ പവർ ആണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഇയുടെ കേസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇയുടെ കേസ് ആയതുകൊണ്ട് അപ്പോൾ മൈനസ് EA divided by RT എന്ന് നമുക്ക് ഇക്വേഷൻ മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നാച്ചുറൽ ലോഗരിതമാണ്. ഞാൻ പറഞ്ഞുള്ളൂ ഇത് നാച്ചുറൽ ലോഗരിതമാണ്, ഇത് കോമൺ ലോഗരിതമാണ്. ഈ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ, നാച്ചുറൽ ലോഗരിതത്തിനെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. 2.303 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ 2.303 ലോഗ് കെ ഇതിനെ എന്താ മാറ്റി? കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റി. അപ്പൊ 2.303 ലോഗ് k is equal to 2.303 log a minus EA divided by RT. ഈ 2.303 ഈ ഇക്വേഷന് ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? 2.303 ഉണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? ലോഗ് കെ ഇവിടെ നിന്ന് ഡിവൈഡ് ബൈ 2.303 ചെയ്യുമ്പോൾ അത് രണ്ട് ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ലോഗ് കെ മാത്രമേ കാണുള്ളൂ. ഇവിടെ അതുപോലെയാണ്, ലോഗ് എ മാത്രമേ കാണുള്ളൂ. മൈനസ് നമ്മൾ ഇക്വേഷൻ ഫുൾ ആയിട്ടാണ് 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ EA ഡിവൈഡ് ബൈ 2.303 RT എന്ന് കിട്ടി.
ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയാൽ മനസ്സിലായല്ലോ. ഇത്രയും ഇക്വേഷൻ ആക്കി വെച്ചാൽ നമുക്കിപ്പോ നേരത്തെ പവറിലായിരുന്നു കിടന്നത്, ഇപ്പോ എന്താണ് അത് മാറി, പവർ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഞാൻ ഇക്വേഷൻ ഇവിടെ നമ്മളിപ്പോ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇതാണ്. log k is equal to log a minus ea divided by 2.303 RT. 2.303 into RT എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ log k is equal to log a minus log k is equal to log a minus ea divided by 2.303 എന്ന ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്നിട്ട് k1 എന്നും k2 എന്നും നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുള്ള ഇക്വേഷൻ ആക്കി എഴുതിയിട്ട് ആ രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് യുടെ ഇക്വേഷനിലേക്ക് കിട്ടും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ആ കാര്യം പറഞ്ഞു. ഓക്കെ, നമ്മൾ k1 എന്നും k2 എന്നും കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ എങ്ങനെ k1 എന്നും k2 എന്നും കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ T1 എന്നും T2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് അവിടെ കിട്ടും. ആ രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ആ രൂപത്തിലേക്ക് എത്തും. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം കെക്ക് k1 എന്നും ടിക്ക് T1 എന്നും ഈ ഇക്വേഷനിൽ കൊടുക്കാൻ പോവുകയാണ്. കെക്ക് k1 എന്നും ടിക്ക് T1 എന്നും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറും, log k1 is equal to log a minus ea divided by 2.303 RT1 എന്ന് കിട്ടും. അപ്പോൾ അത് ഇക്വേഷൻ 1 ആയിട്ട് മാറി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക. കെക്ക് k2 എന്നും ടിക്ക് T2 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. log k2 is equal to log a minus ea divided by 2.303 RT2 എന്ന് നമുക്ക് ഇക്വേഷൻ മാറും. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഈ LHS നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ log k2 മൈനസ് log k1 എന്ന് നമ്മളിവിടെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ഈ RHSനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ log a 2 1 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് എഴുതുക, log a മൈനസ് ea divided by 2.303 RT2. ഈ കാര്യം മൈനസ് ഈ ഇവിടെ എഴുതിയിട്ടുള്ള ഈ കാര്യം മൈനസ്, ഈ മൈനസ് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നമ്മളൊരു ബ്രാക്കറ്റിൽ എഴുതുക. ഇപ്പോൾ log a മൈനസ് ea divided by 2.303 T1 ഇത് നമ്മൾ ഇവിടെ എഴുതി. ഈ മൈനസ് ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും, ഇക്വേഷൻ മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. മൈനസ് log a പ്ലസ് ea divided by 2.303 RT1 എന്ന ഇക്വേഷൻ മാറി. ഓക്കെ, ആ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് log a മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് ea divided by 2.303 RT1. ഓക്കെ, അപ്പൊ അങ്ങനെ ഇക്വേഷൻ മാറും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കേണ്ടത് ഇതാണ്. log k2 മൈനസ് log k1 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ log x മൈനസ് log y എന്ന് പറയുമ്പോൾ log x ഡിവൈഡ് ബൈ y എന്ന് എഴുതും. അതുപോലെ log k2 മൈനസ് log k1 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, log k2 ഡിവൈഡ് ബൈ k1 എന്ന് എഴുതും. നമ്മൾ ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇവിടെ നോക്ക്, log a മൈനസ് log a. അപ്പൊ ഈ രണ്ട് log aകളും വെട്ടിപ്പോവും. ഈ രണ്ട് log a എന്ത് വെട്ടിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ea ഡിവൈഡ് ബൈ 2.303 R. ഇത്രയും ടേം ea ഡിവൈഡ് ബൈ 2.303 R ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ea ഡിവൈഡ് ബൈ 2.303 R ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താ പുറത്തെടുക്കുമ്പോൾ ea ഡിവൈഡ് ബൈ 2.303 R into minus 1 by T2. ഇവിടെ മൈനസ് ഉണ്ടല്ലോ, മൈനസ് 1 by T2 ഇവിടെ പ്ലസ് 1 by T1. ഈ log a1 ഒക്കെ log a ഒക്കെ നമ്മൾ ക്യാൻസൽ ആക്കി കളഞ്ഞു. അപ്പോൾ ഇവിടെ മൈനസ് 1 by T2 പ്ലസ് 1 by T1 എന്നാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ മാറിയത് മനസ്സിലായല്ലോ. ea divided by 2.303 R നമ്മൾ വെളിയിലേക്ക് എടുത്തു. ഈ log a ഒക്കെ വെട്ടിപ്പോയി. പിന്നെ നമ്മൾ ea divided by 2.303 R വെളിയിലെടുത്തു. ബ്രാക്കറ്റിന് നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് വെളിയെടുക്കുമ്പോൾ മൈനസ് 1 by T2 പ്ലസ് 1 by T1 എന്ന ഇക്വേഷൻ മാറി. ഇതിൽ ഞാൻ ഇതിനെ ഒന്ന് അപ്പുറത്തേക്ക് ഇതിനിപ്പുറത്തേക്ക് ഒന്ന് ചെറിയൊരു റീ അറേഞ്ച്മെന്റ് എഴുതുകയാണ്. അപ്പൊ എങ്ങനെ വരും, 1 by T1 മൈനസ് 1 by T2 എന്ന് നമുക്ക് ഇക്വേഷൻ മാറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, 1 by T1 മൈനസ് 1 by T2 ഇത് ഒരു ഫ്രാക്ഷൻ രൂപത്തിലല്ലേ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെയാണോ മൈനസ് ചെയ്യുന്നത് അതുപോലെ ഈ സ്റ്റെപ്പ് ചെയ്യുക. ഇങ്ങനെ വരും, ഇവിടെ നോക്കുക, T2 മൈനസ് T1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ T2 into 1 T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 into T2 എന്ന് വരും. അപ്പോൾ T2 മൈനസ് T1 ഹോൾ ഡിവൈഡ് ബൈ T1 into T2 എന്ന്. ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണോ മൈനസ് ചെയ്യുന്നത് അത് രൂപത്തിൽ നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരെയാണ് കാണേണ്ടത്, എ അഥവാ ആക്ടിവേഷൻ എനർജിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആക്ടിവേഷൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കും, EA ഇസ് ഈക്വൽ ടു ഇയുടെ ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ നമ്മൾ EA മാത്രം അതുപോലെ നിർത്തുക, ബാക്കിയുള്ള ടേംസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. EA ഇസ് ഈക്വൽ ടു എങ്ങനെ വരും,
EA is equal to 2.303 R divided by 2.303 R ആണ്. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 2.303 R ആവും. അപ്പോൾ 2.303 R ഇൻറ്റു ഇത് ഈ ടേം നോക്കിയാൽ T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 ഇൻറ്റു T2 ആണ്. ഈ ടേം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ T1 ഇൻറ്റു T2 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ബാക്കി ലോഗ് K2 ഡിവൈഡ് ബൈ ലോഗ് K1 അതുപോലെ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. EA is equal to 2.303 R T1 ഇൻറ്റു T2. ഇതെന്താണ് T1 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചറുകളാണ് കേട്ടോ. രണ്ട് ടെമ്പറേച്ചർ തന്നിരിക്കും. അപ്പോൾ ആ രണ്ട് ടെമ്പറേച്ചറാണിത്. T1 ഇൻറ്റു T2 ഡിവൈഡ് ബൈ T2 മൈനസ് T1 ഇൻറ്റു ലോഗ് K2 ഡിവൈഡ് ബൈ K1. K എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മൾ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ ആക്ടിവേഷൻ എനർജിയെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ ആ അറീനിയസ് ഇക്വേഷന്റെ LHS RHS നമ്മൾ ലോഗോ കൊണ്ട് ചെയ്തിട്ട് നിർത്തിയ ഇക്വേഷൻ ആണിത്. എന്നിട്ട് 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ലോഗ് K is equal to ലോഗ് A മൈനസ് EA ഡിവൈഡ് ബൈ 2.303 RT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുക. ആ മോഡിഫിക്കേഷൻ എങ്ങനെയാണ് നോക്കുക. ഈ മൈനസ് EA ഡിവൈഡ് ബൈ 2.303 ഈ ടൈമിൽ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അതായത് ഒന്ന് ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെറിയ മോഡിഫിക്കേഷൻ അല്ല, അത് എങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഈ പ്ലസ് ലോഗ് എ കുറച്ച് അപ്പുറത്തേക്ക് എഴുതി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. മൈനസ് EA ബൈ 2.303 RT പ്ലസ് ലോഗ് എ എന്ന് വന്നു ഈ ഇക്വേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇപ്പോൾ ഇത് എന്തിന്റെ രൂപത്തിലായെന്ന് പറഞ്ഞാൽ y is equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. y is equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷന്റെ രൂപത്തിലാണിത്. y എന്ന് പറയുന്ന ലോഗ് കെ, m എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറയുന്ന m EA മൈനസ് EA ഡിവൈഡ് ബൈ 2.303 R ആണ്. മൈനസ് EA ഡിവൈഡ് ബൈ 2.303 R ആണ് m അഥവാ സ്ലോപ്പ്. എക്സിന്റെ സ്ഥാനത്ത് 1 ഡിവൈഡ് ബൈ ടി ആണ്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? 1 ഡിവൈഡ് ബൈ ടി ആണ്. സി എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ആണ്. സി എന്ന് പറയുന്ന ഇന്റർസെപ്റ്റിന്റെ സ്ഥാനത്ത് ലോഗ് എ ആണ്. അത് കണ്ടാലേ അറിയാം സിയുടെ സ്ഥാനത്ത് എന്താണ് ലോഗ് എ. അപ്പൊ രണ്ടും കമ്പയർ ചെയ്തപ്പോൾ m സ്ലോപ്പ് നോക്കിയേ മൈനസ് EA ഡിവൈഡ് ബൈ 2.303 R ആണ്. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാണ്. ലോഗ് കെ, y എന്ന് പറയുന്നത് ലോഗ് കെ ആണ്. y ആക്സിസ് ലോഗ് കെ ആണ്. അതിൽ എക്സ് ആക്സിസില് 1 ബൈ ടി ആണ്. 1 ഡിവൈഡ് ബൈ ടിയും വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് EA ഡിവൈഡ് ബൈ 2.303 R ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫിന്റെ നമ്മൾ ഈ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയേ മൈനസ് EA, m ആണ് സ്ലോപ്പ്. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്? മൈനസ് EA ഡിവൈഡ് ബൈ 2.303 R ഉണ്ട്. അപ്പോൾ അതാണ് അതിന്റെ സ്ലോപ്പ്. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് ഈ EA കണ്ടുപിടിക്കുക, അതായത് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുക? സിമ്പിൾ അല്ലേ? EA മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ EA അതിനെ മാത്രം നിർത്തി, മൈനസ് EA മാത്രം അവിടെ നിർത്തി, ബാക്കിയുള്ള ടേംസിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവൈഡ് ബൈ 2.303 R ആണ്. അത് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 2.303 R. അപ്പോൾ സ്ലോപ്പ് ഇൻറ്റു സ്ലോപ്പ് എത്രയാണോ കിട്ടുന്നത് അത് ഇൻറ്റു 2.303 R ചെയ്യുക. അപ്പോൾ മൈനസ് EA ആണ് കിട്ടുന്നത്. നമുക്ക് മൈനസ് EA ആണോ വേണ്ടത്? പ്ലസ് EA ആണ് വേണ്ടത്. അപ്പോൾ ഈ മൈനസിന് എന്ത് ചെയ്യുക? അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മൈനസ് അപ്പുറത്തേക്ക് പോയപ്പോൾ മൈനസ് സ്ലോപ്പ് ഇൻറ്റു നമ്മൾ ഈ കണ്ടുപിടിച്ച ഇക്വേഷന് ഒരു മൈനസ് അവസാനം നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. സ്ലോപ്പ് ഇൻറ്റു 2.303 R ചെയ്യുക. അതിനുശേഷം ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആക്ടിവേഷൻ എനർജിയുടെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിന് കിട്ടിയ സ്ലോപ്പിനെ 2.303 ഇൻറ്റു R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ മൈനസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ മൈനസ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ടിവേഷൻ എനർജി EA കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.